ഒരു ആള് വന്ന അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്നു, നബിയേ, എന്റെ ഉമ്മ മരണപ്പെട്ടിരിക്കുന്നു. ഇന്ന ഉമ്മി തൂഫിയത് അയംഫഉഹാ ഇൻ തസദ്ദഖതു അൻഹാ. എന്റെ ഉമ്മാക്ക് പകരം ഞാൻ സ്വതക്ക ചെയ്താൽ അത് ഉമ്മാക്ക് ഉപകാരപ്പെടുമോ? ഉമ്മ മരിച്ചുപോയി നബിയെ, ഉമ്മാക്ക് വേണ്ടി എന്തെങ്കിലും സ്വതക്ക ചെയ്യാൻ പറ്റുമോ? ഖാല നഅം. ഹബീബായ തങ്ങൾ പറഞ്ഞു, നഅം, അതെ. فإن لي مخرافا فأشهدك أني قد تصدقت به عنها. നബിയേ, എനിക്ക് നല്ലൊരു തോട്ടമുണ്ട്, നല്ല പഴവർഗ്ഗങ്ങളുള്ള തോട്ടം. അതിനാണ് മിഹ്റാഫ് എന്ന് പറയുന്നത്. നല്ല പഴവർഗ്ഗങ്ങളുള്ളൊരു തോട്ടമുണ്ട്. ആ തോട്ടം ഉമ്മാക്ക് പകരമായി ഞാൻ സ്വതക്ക ചെയ്യുകയാണ് എന്ന് ഹബീബിനെ സാക്ഷിയാക്കി സ്വതക്ക ചെയ്തു. നമ്മളൊക്കെ പറയില്ലേ, പണ്ടൊക്കെ അങ്ങനെയല്ലേ, 10 സെന്റ് ഉമ്മാന്റെ പേരില്, ഈ തെങ്ങുംതോട്ടം വാപ്പാന്റെ പേരില്, ഇത് ഭർത്താവിന്റെ പേരില്, ഇത് ഭാര്യയുടെ പേരില്. അങ്ങനെയല്ലേ നമുക്ക് നമ്മുടെ പള്ളികൾക്ക് വഖഫ് സ്വത്തുണ്ടായത്. ഉമ്മയുടെ പേരിൽ നബിയെ, മദീനയിലെ ഏറ്റവും നല്ല കാരക്കകൾ ഉണ്ടാകുന്ന തോട്ടം എന്റെ ഉമ്മായുടെ പേരിൽ സ്വതക്ക ചെയ്യുന്നു നബിയെ എന്ന് ഹബീബിനോട് പറഞ്ഞു. വേറെ ഒരാൾ വന്ന് പറയുന്നു നബിയോട്, ഇന്ന ഉമ്മി സുലിബത് നഫ്സുഹാ വലം തൂസി വഅദുന്നുഹാ ലൗ തകല്ലമത് തസദ്ദഖത്. നബിയേ, എന്റെ ഉമ്മ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്കായി മരിച്ചുപോയ ഉമ്മയാണ്. അറ്റാക്ക് എന്ന് ആ സ്വഹാബി പറഞ്ഞിട്ടില്ല, പെട്ടെന്ന് മരിച്ചു നബിയെ, ഒന്നും സംസാരിക്കാൻ പറ്റിയിട്ടില്ല ഉമ്മാക്ക്. പക്ഷെ എനിക്ക് തോന്നുകയാണ്, ഉമ്മാക്ക് സംസാരിക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ ഉമ്മ എന്തെങ്കിലും സ്വതക്ക പള്ളികൾക്കോ ദീനിനോ കൊടുക്കുമായിരുന്നു. പക്ഷേ ഉമ്മാക്ക് മിണ്ടാൻ കഴിഞ്ഞില്ല. ഇന്ന ഉമ്മി സുലിബത് നഫ്സുഹാ വലം തൂസി. നബിയേ, എന്റെ ഉമ്മാക്ക് വസിയത്ത് ചെയ്യാൻ കഴിയാതെ എന്റെ ഉമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞു നബിയേ. ഉമ്മാക്ക് വസിയത്ത് ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിൽ ഉമ്മ വസിയത്ത് ചെയ്യുമായിരുന്നു. ആ ഉമ്മാക്ക് പകരം ഞാനൊരു സ്വതക്ക ചെയ്താൽ ഫഹൽ ലഹാ അജ്റുൻ ഇൻ തസദ്ദഖതു അൻഹാ വലിയ അജ്റുൻ. അങ്ങനെ എന്തെങ്കിലും ഉമ്മാന്റെ പേരിൽ ദാനം ചെയ്താൽ എനിക്ക് കൂലിയും എന്റെ ഉമ്മാക്ക് കൂലിയും അല്ലാഹു നൽകുമോ നബിയേ? ഖാല നഅം, അതെ, അല്ലാഹു നിങ്ങൾക്കും കൂലി തരും, ഉമ്മാക്കും കൂലി തരും. ഫതസദ്ദഖ അൻഹാ, മരിച്ചുപോയ ഉമ്മാക്ക് വേണ്ടി നിങ്ങൾ സ്വതക്ക ചെയ്യണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മരിച്ചുപോയവർക്ക് വേണ്ടി സ്വതക്ക ചെയ്യുക, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുക.